ഹലോ ഗായ്സ്, ഇന്ന് നോമ്പും പിടിച്ച് ഡ്യൂട്ടിക്ക് പോയ ഒരു ദിവസം ഉണ്ടാ. ഒരു 4:45 കഴിഞ്ഞപ്പോ അത്താഴത്തിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നോമ്പാകുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ അത്താഴത്തിന് എഴുന്നേൽക്കലാണ്. ആദ്യത്തെ 2 ദിവസം കുഴപ്പമുണ്ടാവില്ല, പിന്നെ ഉണ്ടല്ല പറ്റാണ്ടാവും. അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് അത്താഴത്തിന് എണീക്കണമല്ലോ. എന്തൊക്കെ മടിയാണ് എണീക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാലും അത്താഴത്തിന് എണീറ്റ് ഫുഡ് കഴിച്ചില്ലെങ്കിൽ മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല, ഒരു തൃപ്തി ഉണ്ടാവില്ല. നോമ്പ് പിടിക്കും എണീറ്റ് അപ്പൊ തന്നെ പോയി പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ച്, കാരണം ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കലാപരിപാടികളൊക്കെ തീർക്കണം. പിന്നെ ഒരു കക്കിരി ജ്യൂസും കൂടെ കുടിച്ച് പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ച്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ബാങ്ക് കൊടുത്തായിരുന്നു. പിന്നെ നിസ്കരിച്ച് ഓതി വേഗം കിടന്നങ്ങോട്ട് ഉറങ്ങി. പിറ്റേ ദിവസം നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ. പിന്നെ കാലത്തെ പരിപാടികളൊക്കെ തീർത്ത് നേരെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നോമ്പും പിടിച്ച് ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ വയ്യാണ്ടാവും. വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു വിധായിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ആലോചിക്കുകയാണ്, ഈ വെയിലത്തൊക്കെ ഇരുന്ന് പണിയെടുക്കണവരൊക്കെ ഒരു അവസ്ഥയായി. പിന്നെ 5 മണിയായപ്പോൾ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നോമ്പായതുകൊണ്ട് ഇപ്പോൾ ഡ്യൂട്ടി 5 മണിക്ക് കഴിയോട്ടാ. പിന്നെ വണ്ടിക്കായതുകൊണ്ട് നമ്മൾ വേഗം വീട്ടിലെത്തും. ഇടയ്ക്ക് നടന്നാണ് പോവാറ്, ഇന്ന് വണ്ടിക്കാണ് പോയത്, അതുകൊണ്ട് വേഗം വീട്ടിലെത്തും. നോമ്പ് പിടിച്ചിട്ട് നടക്കാനൊന്നും വയ്യ, അതുകൊണ്ട് വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പോയത് അടുക്കളയിലോട്ടാണ് കേട്ടോ. ഇന്നെന്താണ് സ്പെഷ്യൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ പോക്ക്. ചെന്ന് നോക്കിയപ്പോൾ മസാല കൊണ്ട് ഇരുന്നിട്ട് ഉണ്ടാക്കണത്. ഉമ്മച്ചി ഉണ്ടാക്കണുള്ളൂ, എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ വെറുതെ പോയി നോക്കിയതാണ്. അതൊക്കെ നോക്കി തട്ടിമുട്ടി നിന്ന് വന്നപ്പോഴത്തേനും നമ്മളെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായി. വേഗം പോയി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ സാധനങ്ങളായിട്ടുള്ള ബോണ്ടൻ ജ്യൂസൊക്കെ എടുത്ത് ടേബിളുമ്മിൽ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച്. ഇനി ഒരു നീണ്ട കാത്തിരിപ്പാണ് ബാങ്ക് കൊടുക്കാനായിട്ട്. 6:30 ആയപ്പോഴത്തേനും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനങ്ങൾ ബോണ്ടയും ജ്യൂസൊക്കെ എടുത്ത് കുടിച്ച് വയറങ്ങോട്ട് നിറച്ച്. വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കുമ്പോണ്ടല്ല ഭയങ്കര ഒരു സുഖം ഉണ്ടാ. പാത്രം കഴുകൽ പരിപാടി പിന്നെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാലുള്ള സ്ഥിരം പരിപാടിയാണല്ലോ. ഇത് പിന്നെ നിർബന്ധമാണ് നോമ്പി. റമദാൻ മാസത്തിൽ മിക്ക വീടുകളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കരിച്ച് കുറച്ചേരം നോതിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ ബൈ.